കോൺഗ്രസാണ് കട്ടപ്പന റൂറൽ സഹകരണ സംഘത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന CPM ആരോപണം നിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വം. ഓഡിറ്റ് റിപ്പോർട്ടുകളുടെയും മറ്റു ബാങ്ക് രേഖകളുടെയും അടിസ്ഥാനത്തിൽ ആരോപണം തെളിയിക്കാൻ CPMനെ വെല്ലുവിളിക്കുന്നതായും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2005 സ്ഥാപിച്ച സംഘം അന്നു മുതൽ ലാഭകരമായാണ് പ്രവർത്തിച്ചത്. കട്ടപ്പന ഹെഡ് ഓഫീസിന് പുറമെ വള്ളക്കടവ്, ലെബ്ബക്കട ബ്രാഞ്ചുകളും 2 വളം കീടനാശിനി ഡിപ്പോകളും നീതി പേപ്പർ മാർട്ടും പ്രവർത്തിച്ചിരുന്നു. ജീവനക്കാർക്ക് ശമ്പളവും കെട്ടിട വാടകയും കൃത്യമായി കൊടുത്തു. ഒരാളുടെ പോലും നിക്ഷേപം തിരിച്ചു കൊടുക്കാതിരിക്കുകയോ ജില്ലാ ബാങ്കിൽ കുടിശ്ശിക വരുത്തുകയോ ഉണ്ടായിട്ടില്ല. 2016 സ്വന്തമായി സ്ഥലം വാങ്ങുകയും ചെയ്തു. ഇതിനെല്ലാം തെളിവായി രേഖകളുണ്ട്. എന്നാൽ നിലവിലെ പ്രസിഡന്റിനൊപ്പം ചിലർ ചേർന്നതാണ് ബാങ്കിന്റെ പ്രവർത്തനം താളം തെറ്റാൻ കാരണം. നന്നായി പ്രവർത്തിച്ച് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ അന്നത്തെ സെക്രട്ടറിയെ പിരിച്ചുവിട്ടു. ഇതിനുശേഷം 3000-ലധികം CPM അനുഭാവികൾക്ക് അംഗത്വം നൽകി. പരമാവധി 5 ലക്ഷം രൂപ വായ്പ നൽകാൻ കഴിയുന്നിടത്ത് സംഘത്തിന്റെ നിയമാവലിക്ക് വിരുദ്ധമായി CPM അനുഭാവികൾക്ക് 10 ലക്ഷവും അതിനു മുകളിലും വായ്പകൾ നൽകി. ഈടില്ലാതെ നൽകിയ ഇത്തരം വായ്പകൾ ഒരാൾ പോലും തിരിച്ചടച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് മുൻ ഭരണസമിതി അംഗം ജോയി തോമസ് മന്ത്രിക്കടക്കം പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കട്ടപ്പന റൂറൽ സർവീസ് സൊസൈറ്റിയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. പ്രത്യേകിച്ച് അതിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ശ്രീ VR ശശിക്കാണ്. ശ്രീ CV വർഗീസ് പറയുന്ന പോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി CV വർഗീസ് പറഞ്ഞതുപോലെ ഈ സൊസൈറ്റി പ്രതിസന്ധിക്ക് കാരണക്കാർ കോൺഗ്രസ്സുകാരല്ല. ഞങ്ങൾ കോൺഗ്രസ് ഈ സ്ഥാപനത്തെ നിയന്ത്രിക്കുകയും ഭരണ ചുമതല വഹിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ സൊസൈറ്റി യാതൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. 2023 മാർച്ചിലെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം 4.38 കോടി നഷ്ടവും 16.72 കോടി ഫണ്ട് ഇറേഷനുമാണ് ബാങ്കിനുള്ളത്. 2020-23 കാലത്തെ ഇത്തരം അഴിമതിയും ദൂർത്തും കെടുകാര്യസ്ഥതയുമാണ് സംഘത്തെ പ്രതിസന്ധിയിലാക്കിയത്. നിക്ഷേപ തുക തിരിച്ചു നൽകാൻ കഴിയാത്ത വിധം പ്രതിസന്ധി ഉണ്ടായിട്ടും മുൻ ഭരണസമിതി അംഗമായിരുന്ന CPM നേതാവിന്റെ മകന് ക്ലർക്കായി സ്ഥിരം നിയമനം നൽകി. കോടിക്കണക്കിന് രൂപയുടെ ദുർവിനിയോഗമാണ് ഈ കാലഘട്ടത്തിൽ നടന്നത്. കോൺഗ്രസിന്റെ മേൽ പഴിചാരി പാവപ്പെട്ട നിക്ഷേപകരെ പറ്റിക്കാനുള്ള CPM തന്ത്രമാണ് ആരോപണത്തിന് പിന്നിലെന്നും മുൻ ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ ജോയി തോമസ്, മാത്യു ജോസഫ്, EM അഗസ്തി, തോമസ് മൈക്കിൾ, സിജു ചക്കുമൂട്ടിൽ, മേരി ദാസൻ എന്നിവർ പങ്കെടുത്തു.